കേരളത്തിൻ്റെ പുതിയ കേരളത്തിൻ്റെ മോദിയാണ് ഗ്യാരണ്ടി. നരേന്ദ്രമോദി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതെല്ലാം പാലിച്ചു, വാക്ക് പാലിച്ചു. അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ദേശീയ ജനാധിപത്യ സഖ്യത്തെ ഈ കേരളത്തിൻ്റെ പുതിയ കേരളം വരവേൽക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമില്ല. ഇപ്പം ഇവർ രണ്ടുപേരും എന്തിനാണ് ഈ ചർച്ചയിൽ ഇത്ര ഘോരഘോരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കും, ഇത് കാണുന്നവരൊക്കെ ചിന്തിക്കും. കാരണം അവരൊരു മുന്നണിയുടെ ഭാഗമാണ്. അവർ ഒരു അസന്നിഗ്ധമായി അവരുടെ രണ്ട് നേതാക്കന്മാരും CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ പറഞ്ഞു അവരൊരു മുന്നണിയുടെ ഭാഗമാണ്. അത് കേരളത്തിലും ഭാരതത്തിലും ചെങ്ങന്നൂരിലും ആലപ്പുഴ ജില്ലയിലും. ആലപ്പുഴ ജില്ലയിലെ 4 പഞ്ചായത്ത് ഒന്നിച്ചാണ് ഇവർ ഭരിക്കുന്നത്. പാണ്ടനാട്, തിരുവമുണ്ടൂർ, ചെന്നിത്തല, കോടന്തൂരത്ത് ഒന്നിച്ചാണ് ഭരിക്കുന്നത്. ഒറ്റ ലക്ഷ്യം, BJP-യെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണം. ജനങ്ങൾ ഭൂരിപക്ഷം തന്ന ഏറ്റവും കൂടുതൽ ജനപ്രതിയെ വിജയിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ഇവർ ഒന്നിച്ചാണ് നിൽക്കുന്നത്. ഇവിടെ MP പ്രസംഗിക്കുമ്പോൾ MLA നല്ല പ്രവർത്തനമാണ്, മന്ത്രി നല്ല പ്രവർത്തനമാണ്, മന്ത്രി പ്രസംഗിക്കുമ്പോൾ MP നല്ല പ്രവർത്തനമാണെന്നാണ് ചെങ്ങന്നൂർ പറയുന്നത്. അപ്പോൾ ഇവർ രണ്ട് മുന്നണിയായിട്ട് ശരിക്കും പറഞ്ഞാൽ ചർച്ചയിലും അല്ല ഒരിടത്തും പങ്കെടുക്കാൻ പാടില്ല. ഒന്നിച്ച് കൊടിയാണ്. കേരളത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും തമിഴ്നാട്ടിലും കർണാടകയിലും ഒന്നിച്ച് കൊടി കെട്ടിയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ അവർ ചെയ്യേണ്ടത് അവർ ആ കൊടിയെല്ലാം കൂട്ടിക്കെട്ടി കേരളത്തിലെ ജനങ്ങളുള്ള വഞ്ചന അവസാനിപ്പിക്കണം. കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ പച്ചയ്ക്ക് വഞ്ചിക്കുന്ന രണ്ട് മുന്നണികൾ, അവരുടെ വഞ്ചന അവസാനിപ്പിക്കണമെന്നാണ് ആദ്യമായിട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ആവശ്യപ്പെടാനുള്ളത്. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയും CPM-ൻ്റെ പ്രതിനിധിയും കുറേ വികസന പ്രവർത്തനങ്ങളെ പറ്റിയും നടന്ന കാര്യങ്ങളെ നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു. വികസന പ്രവർത്തനങ്ങൾ നടന്നതൊക്കെ സത്യമാണ്. അതെല്ലാം ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിലാണ് നടന്നത്. കാരണം ഇവിടെ ഒരു ടെലിഫോൺ കണക്ഷൻ വേണമെങ്കിൽ MP-യുടെ വീട്ടിൽ പോകണമായിരുന്നു, കത്ത് വേണമായിരുന്നു. ഒരു ഗ്യാസ് കണക്ഷൻ കിട്ടണമെങ്കിൽ MP-യുടെ വീട്ടിൽ പോകണമായിരുന്നു ഒരു കണക്ഷന്. ഇന്ന് സാധാരണക്കാരായിട്ടുള്ളവർക്ക്, പാവങ്ങൾക്ക് സൗജന്യമായിട്ട് ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്ന, എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്ന, ഇന്ന് നാടിൻ്റെ വികസനം യാഥാർത്ഥ്യമാക്കിയ ഒരു കാലം കൊണ്ടുവന്ന നരേന്ദ്രമോദി സർക്കാരാണ്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന് 300 കോടി രൂപയുടെ വികസനം. അത് മാറാൻ വേണ്ടി പോകണേ. MP അവിടെ പ്രസംഗിച്ച് ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ പണിയാൻ പോകും. ക്ഷേത്രത്തിന് അറിയാൻ വയ്യെങ്കിൽ പറയരുത്. MP-ക്ക് ഇതിനകത്തൊന്നും പങ്കില്ലെന്ന് ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം അറിയാം. അത് ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ചെങ്ങന്നൂർ വരുന്നത്. ചെറുനാടിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനവും യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ്. ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഗേറ്റ് വേ ആയിട്ടുള്ള ചെങ്ങന്നൂരിൽ വലിയ വികസന പദ്ധതികളാണ് കേന്ദ്ര ഗവൺമെൻറ് വിഭാവനം ചെയ്യുന്നത്. ഇവിടെ കുടിവെള്ളം കൊടുക്കാൻ ജൽജീവൻ മിഷൻ, ചെങ്ങന്നൂരിൽ പലയിടത്തും കുടിവെള്ള പദ്ധതി നടക്കുന്ന മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്. ജൽജീവൻ മിഷനിലൂടെയാണ്. അത് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. പല പദ്ധതികളും ഉദ്ഘാടനം ചെയ്യുന്നു, കുടിവെള്ളം കൊടുക്കാതിരിക്കുന്നു, കണക്ഷൻ കൊടുക്കാതിരിക്കുന്നു. കുട്ടനാട്ടിൽ പോലും ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ ക്യാൻസർ ബാധിതരുള്ള ഒരു മേഖലയിൽ നമുക്കറിയാം കൃഷി മൂലം ഉണ്ടായിട്ടുള്ള മാലിന്യങ്ങൾ ഒരുപാടുള്ള ഒരു മണ്ഡലമാണ് കുട്ടനാട്. അവിടെ പോലും കുടിവെള്ളം കൊടുക്കുന്നത് രാഷ്ട്രീയം കാണുകയാണ്, രാഷ്ട്രീയം കലർത്തിയാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ട് അത് നടപ്പിലാക്കേണ്ടതില്ല എന്ന ഒരു ദുർവാശിയാണ് ഗവൺമെൻറ്റിന്. അതേപോലെ തന്നെ പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസിനും CPM-നും ഈ നിലപാട് അവസാനിപ്പിക്കണം. ഇവിടെ കോവിഡ് കാലഘട്ടത്തിൽ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു മുണ്ടും മടക്കി കൂട്ടി ചെളിയുള്ളിടത്തൂടെ എങ്ങനെയോ MP പോയി കാണും. ചെളിയൊക്കെ ഉള്ളിടത്ത് മുണ്ടും മടക്കി കൂട്ടി പോകണമല്ലോ. ഇവിടെ പ്രളയമുണ്ടായി, ഇവിടെ കോവിഡിൻ്റെ കാലഘട്ടമുണ്ടായി. കേരളത്തിലെ ജനങ്ങൾ, മാവേലിക്കൽ ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടിയ സാഹചര്യത്തിൽ MP-യെ ഇവിടെ ആരും കണ്ടിട്ടില്ല. ഒരു കാര്യത്തിനും MP-യെ കണ്ടിട്ടില്ല. യഥാർത്ഥത്തിൽ MP ഇപ്പം നടത്തുന്നത് നമ്മൾ പറയാനുള്ള കഥകളി പറഞ്ഞിട്ടുള്ള 8 മമ്മൂഞ്ഞിൻ്റെ ഒരു പ്രവർത്തനമാണ്. എന്തെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്നെങ്കിൽ അവിടെ പോയി അതെങ്ങനെയെങ്കിലും അറിഞ്ഞ് നേരെ അവിടുന്ന് വിമാനത്തിൽ നേരെ വരികയാണ് ആലപ്പുഴ പ്രസ് ക്ലബിലേക്ക്. അവിടെ വന്നിട്ട് പത്രസമ്മേളനം നടത്തുകയാണ്. ഞങ്ങൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ 300 കോടിയുടെ വികസനം നടത്തുന്നു, റെയിൽവേ ഇരട്ടിപ്പിക്കുന്നു. ഇവിടെ ആലപ്പുഴയിലെ നമുക്കറിയാലോ, ആലപ്പുഴ ബൈപ്പാസിൻ്റെ സ്ഥിതി 45 വർഷം നമ്മുടെ ജില്ലയിലല്ലേ, 45 വർഷമായി ബൈപ്പാസ് പൂർത്തിയാക്കാതെ നിരന്തരമായി ജനങ്ങളെ കബളിപ്പിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് നരേന്ദ്രമോദി സർക്കാരും ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായി ശ്രീമാൻ നിതിൻ ഗഡ്കരിയും വന്നത്. അദ്ദേഹം അത് പൂർത്തിയാക്കിയത് 45 മാസം എടുത്തില്ല. പുതിയ ഹൈവേ നിർമ്മിക്കുന്നു. എത്രയും വേഗമാണ് പണി പൂർത്തിയാകുന്നത്. പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ, അവിടെ എത്ര കാലമായി സ്ഥലമേറ്റെടുപ്പിന് ഇവർ വിഘാതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. സ്ഥലമേറ്റെടുത്തുകൊണ്ട് ഗവൺമെൻറ് അല്ലേ,
കൊടുക്കുന്നില്ല. ഇപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള തുക ചോദിക്കുന്നു. ചെങ്ങന്നൂരിൽ നിന്നും പമ്പയ്ക്ക് പുതിയ റെയിൽവേ ലൈൻ വരുന്നു. ഇവിടുത്തെ ഈ നാടിൻ്റെ വികസനം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഇവിടെ യഥാർത്ഥത്തിൽ ഈ നാടിൻ്റെ കേരളം ഭാരതത്തിൽ എല്ലായിടവും പോലെ വികസിക്കണം. ഇവിടെ ഇപ്പോൾ നടക്കുന്ന ഒരു പ്രവർത്തനം, എന്തെങ്കിലും ഒരു സെൻട്രൽ റോഡ് ഫണ്ട് അനുവദിക്കും കേന്ദ്ര ഗവൺമെൻറ്. അവിടെ ബോർഡ് വെക്കും, CRF ഫണ്ടിൽ നിന്നും MP കൊടിക്കുന്നിൽ സുരേഷ് അനുവദിച്ച റോഡ് നിർമ്മാണം 6.5 കോടി 7.5 കോടി. ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഒരു ആശുപത്രിക്ക് വേണ്ടി NHM ഫണ്ടിൽ കൂടി 6 കോടി 7 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുമ്പോൾ MLA അവിടെ കൊണ്ട് കൊടുക്കും 50 ലക്ഷം. എന്നിട്ട് പറയും 6 കോടി കേന്ദ്ര ഗവൺമെൻറ് 60 ലക്ഷം കേരള സർക്കാർ. NHM ഫണ്ടിൽ നിന്നും നിർദ്ദേശിച്ച് സഹിച്ചെറിയാൻ നിർമ്മിച്ച കെട്ടിടം എന്തൊരു വിരോധാഭാസമാണ്. ഇവിടെ യാഥാർത്ഥത്തിൽ കോവിഡ് വന്നപ്പോൾ മരുന്ന് കൊടുത്തത് ആരാ? ഇപ്പോൾ ആശുപത്രി മരുന്ന് കൊടുക്കുന്നില്ല, ഇവിടെ സാധാരണക്കാർ പെൻഷൻ കൊടുക്കുന്നില്ല, ഒന്നും കൊടുക്കാൻ പണമില്ല. വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഈ വഞ്ചന തിരിച്ചറിയും, ഇവരുടെ കാപട്യം തിരിച്ചറിയും. പരസ്പരം വാളൊങ്ങിക്കൊണ്ട് യഥാർത്ഥത്തിൽ കുറുക്കനെ പോലെ, ആടിനെ കൊണ്ട് കൂട്ടിയിടിപ്പിച്ച് കുറുക്കനെ പോലെ ചോര കുടിക്കാൻ നിൽക്കുന്നവരാണ് ഈ 2 മുന്നണികൾ. അത് കേരളത്തിലെ ജനത തിരിച്ചറിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം.